ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്നവർക്ക് ജനറൽ സർവീസ്, അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈറ്റ് തെളിയുള്ളൂ. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് പോയിട്ടുണ്ട്, ബസ്സർ കംപ്ലയിൻ്റ് ഉണ്ട്, അപ്പോൾ അത് മാറ്റണം. മിററിൻ്റെ പൊസിഷൻ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാട്ടർ സർവീസ്, എൻജിൻ ഓയിൽ മാറ്റണം, 5th ഗിയർ ചെക്കപ്പ്, എൻഡ് ബുഷ് മാറ്റിയിടാൻ്റെ പൊല്യൂഷൻ ടെസ്റ്റ്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക് കേട്ടോ. അപ്പോൾ അതിനകത്ത് 5th ഗിയറിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ള കേസ് നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഗിയർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 4th ഗിയറിനൊരു മൂളിച്ച സൗണ്ട് വന്നുണ്ട്, പക്ഷേ 5th ഗിയറിനാണ് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ആയിട്ട് തോന്നണില്ല. നിലവിൽ ചെറിയൊരു മൂളിച്ച സ്റ്റാർട്ടിങ് ഉണ്ട്, അതൊഴിച്ചാൽ വേറെ ഗിയർ വീഴുന്നതിന് പ്രശ്നം, അതല്ലാതെ വേറെ കംപ്ലൈൻറ്റ് നമുക്ക് പ്രത്യക്ഷത്തിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് കിട്ടിയില്ലായിരുന്നു കേട്ടോ. അതെന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്നുള്ള ദിവസം കൃത്യമായിട്ട് അതാണ് കംപ്ലൈൻറ്റെങ്കിൽ ഓക്കെ, കാരണം അത് നമുക്ക് പ്രത്യേകിച്ച് പുറമേ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഗിയർ വീലിന് വന്ന തേമാനത്തിൻ്റെ ചെറിയൊരു മൂളിച്ചയാണത്. അത് 4th ഗിയറിന് 5th ഗിയറിനേക്കാളും കൂടുതൽ 4th ഗിയറിനോട് കാണിക്കാം. 5th ഗിയറിനും തുടങ്ങിയിട്ടുണ്ട്, ആരംഭമാണ്. പിന്നെ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് കിടക്കുന്നത് പുതിയ ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്, കമ്പനി ലൈൻഡർ. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, ടയറൊക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട്. ഹബിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ ബാക്കിലത്തെ വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തിടാം നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ എയർ ഫിൽറ്റർ നമ്മൾ നോക്കി, എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്ററാണ് കിടക്കണേ, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാറ്ററി 2023 മോഡൽ ബാറ്ററിയാണ്. നമ്മൾ നോക്കുമ്പോൾ വോൾട്ടൊക്കെ ഉണ്ട്. ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും 9.10 വരെ വരുന്നുണ്ട്. നിലവിൽ വേറെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ടയറൊക്കെ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. വീൽ ബെയറിംഗ് ചെക്ക് ചെയ്തു, അതേപോലെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, വേറെ കുഴപ്പമൊന്നുമില്ല. കോൺസെപ്റ്റ് പൊടിക്ക് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്, നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. കാളിപ്പറിൻ്റെ ബ്രാക്കറ്റ് അസംബ്ലിയൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. പിന്നെ നമുക്ക് ഈ സ്പാർക്ക് പ്ലഗ് ഒന്ന് മാറ്റിയിടണം കേട്ടോ, ഈ പ്ലഗ് അസംബ്ലി. അത് കാരണം എന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് ഹെഡിനകത്ത്. ആ ത്രെഡ് ചെറുതായിട്ടൊന്ന് വികസിച്ചിട്ടുണ്ട്, എക്സ്പാൻഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ടില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് തന്നെ ടൈറ്റ് ചെയ്തിടാൻ നോക്കിയാൽ ചിലപ്പോൾ ഇതിൻ്റെ ത്രെഡ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ നിലവിൽ ജനറലായിട്ടുള്ള സർവീസിൻ്റെ ബാക്കിയത്തെ വർക്കുകളേ ഉള്ളൂ. പിന്നെ അത് കൂടാണ്ട് നമ്പർ പ്ലേറ്റ് ഒന്ന് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഫിറ്റ് ചെയ്യാനായിട്ട്, ഹോൾഡർ ടൈപ്പ്. അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. വർക്ക് ഏകദേശം ഒരു 6:30 കഴിയും കേട്ടോ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. കംപ്ലീറ്റ് ആയിക്കുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളാം.